ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇയർ ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ എ ആണ്. ഇനി സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് dx plus e raised to 3x dy equal to 0 ആണ്. ഇവിടെ നോക്കുക, dx plus e raised to 3x dy equal to 0. ഇവിടെ എന്തുണ്ട്? നമുക്ക് dx ഉണ്ട്. ആ dx നമുക്ക് ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോകാം. അപ്പൊ അത് തന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി ഞാൻ dx plus e raised to 3x dy equal to 0. അപ്പൊ ഇവിടെ വരുന്ന dx-നെ ഞാൻ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോയി. അപ്പൊ എന്ത് വരും? ഇവിടെ പ്ലസ് dx ആണ്. ഈക്വൽ ടു അപ്പുറം പോകുമ്പോ എന്താവും? മൈനസ് dx എന്ന രീതിയിലേക്ക് വരും അല്ലെ? അപ്പൊ പ്ലസ് dx-നെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോകുമ്പോ മൈനസ് dx ആയി മാറി. ഇവിടെ നോക്കുക, e raised to 3x അതൊരു x-ലെ ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെ? ഇവിടെയാണ് നമുക്ക് x വരുന്നത്. അപ്പൊ e raised to 3x-നെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോവുക. കാരണം നമുക്കറിയാം അല്ലെ, y ടേമും x ടേമും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ dy ആക്കി. e raised to 3x-നെ ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതെന്തായി മാറി? ഡിവിഷൻ ആയി മാറി. അപ്പൊ താഴെ e raised to x ആവുമ്പോൾ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. മൈനസ് e raised to minus 3x dx എന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാൻ പറ്റും. അപ്പൊ എന്ത് കിട്ടിപ്പോ? dy ഈക്വൽ ടു മൈനസ് e raised to minus 3x dx ആയി. അപ്പൊ y ടേമുകളൊക്കെ ഒരുമിച്ച് x ടേമൊക്കെ ഒരുമിച്ച്. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ഇക്വേഷൻ ആയി മാറി? സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറി. കാരണം എന്താ? y ടേം ഒരുമിച്ച് എഴുതി, x-ഉം ഒരുമിച്ച് എഴുതി, ഈക്വൽ ടു അപ്പുറം ഇപ്പുറം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ dy ആവും. ഇവിടെ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഞാൻ ആദ്യം മൈനസ് പുറത്തേക്ക് എടുത്ത് മൈനസ് e raised to 3x dx എന്ന രീതിയിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടിയപ്പോ നമുക്ക് അല്ലെ? ഇതിനെ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോ ഇന്റഗ്രൽ dy എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ആണ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്റഗ്രൽ e raised to ax ആണെങ്കിൽ dx ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? e raised to ax divided by a എന്ന രീതിയിലാണ്. ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? -3 ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് ഈ മൈനസ് ഇട്ടു, e raised to minus 3x divided by a ന്റെ സ്ഥാനത്തുള്ള -3 ആണ്. പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ആയ ഒന്ന് c ഇട്ടു. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? y ഈക്വൽ ടു മൈനസും മൈനസും പ്ലസ് ആയി. ഇപ്പൊ 1/3 e raised to minus 3x പ്ലസ് c എന്നതാണ് നമ്മതിന്റെ ആര് വരുന്നത്? ജനറൽ സൊല്യൂഷൻ ആയി വന്നത്. ഒന്നുമില്ല, ഇതിനെ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കി, മാറ്റാൻ പറ്റി. അതിനുശേഷം എന്ത് ചെയ്തു? ഓരോന്നിനെയും ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? y ഈക്വൽ ടു 1/3 e raised to minus 3x പ്ലസ് c എന്ന രീതിയിലേക്ക് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് x dy by dx minus 4y ഈക്വൽ ടു x raised to 6 e raised to x എന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ കാണാൻ പറഞ്ഞതിന്റെ ജനറൽ സൊല്യൂഷൻ ആണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിക്കണ എങ്ങനെയാണ്? x dy by dx ആണ്. നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? ഇതിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ടായിരുന്നു അല്ലെ? നമ്മളെ ലീനിയർ ഇക്വേഷന്റെ ഒരു ജനറൽ ഫോർമാറ്റ് അല്ലെ? y ഡാഷ് എന്ന് പറഞ്ഞാൽ dy by dx പ്ലസ് p of x into y ഈക്വൽ ടു q of x എന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു അല്ലെ? എന്തായിരുന്നു? y into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇന്റഗ്രൽ q of x into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ into dx plus c ആണ്. വേർ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e raised to ഇന്റഗ്രൽ p of x dx എന്ന രീതിയിലേക്കാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഫോർമാറ്റിലേക്ക് ഇത് വരുത്തണം. ഇവിടെ തന്ന ഫോർമാറ്റ് നമുക്കറിയാം എങ്ങനെയാണ്? x into
dy by dx minus 4y equal to x raised to 6 e raised to x ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ x ഒഴിവായി കിട്ടിയാൽ നമുക്ക് ഈ ജനറൽ ഫോർമാറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ x ഒഴിവാക്കാൻ എന്താ മാർഗം? ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? x നെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ dy by dx മൈനസ് അല്ലെ x കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ x അല്ലെ 4 by x y equal to x raised to 6 e raised to x divided by x ആണ്. അപ്പൊ ഇതിനെ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താവും അല്ലെ 6 മൈനസ് 1 ആവും. അപ്പൊ എന്താവും x raised to 5 ആയി മാറി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? dy by dx minus 4 by x into y equal to x raised to 5 e raised to x. അപ്പൊ p of x എന്ന് പറഞ്ഞാൽ y ന്റെ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. p എന്ന് പറഞ്ഞാൽ y ന്റെ കോഎഫിഷ്യന്റ്. y ന്റെ കോഎഫിഷ്യന്റ് ആരാ? മൈനസ് 4 by x ആണ്. മൈനസ് 4 by x. ഈ q എന്ന് പറഞ്ഞ് q of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു വരുന്ന ഫംഗ്ഷൻ ആണ് x raised to 5 e raised to x. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. y into integrating factor equal to integral q of x in integrating factor into dx plus c ആണ്. അപ്പൊ ആദ്യം നമുക്കിവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e raised to integral p of x dx ആണ്. ഇവിടെ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? മൈനസ് 4 by x dx ആണ്. ഞാൻ ഇതാ മൈനസ് 4 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ 1 by x dx ആണ്. നമുക്കറിയാം ഇന്റഗ്രൽ 1 by x dx എന്ന് പറഞ്ഞാൽ log x ആണ്, അഥവാ നാച്ചുറൽ ലോഗ്. അപ്പൊ e raised to മൈനസ് ലോഗ് എക്സ് ഈക്വൽ ടു നമുക്ക് ലോഗത്തിന്റെ പ്രോപ്പർട്ടി അറിയാം. a into log x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? log x raised to a ആണ്. അപ്പൊ ഇതിനെങ്ങനെ മാറ്റിയത്? log x raised to minus 4. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു റിസൾട്ട് അറിയാം. ഇന്റഗ്രൽ e raised to ന്റെ അകത്ത് ലോഗ് വന്നാൽ ഇവിടെ വരുന്ന വാല്യൂ മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ. ഇവിടെ ഏത് വാല്യൂ കിട്ടി നമുക്ക്? ഈക്വൽ ടു അല്ലെ, നമ്മുടെ താഴെ ഇതാണ് ഈക്വൽ ടു x raised to minus 4 എന്ന് പറഞ്ഞാൽ 1 by x raised to 4. ഓക്കെ, അപ്പൊ ഈ രീതിയിലേക്കാണ്. അപ്പൊ e raised to log x raised to minus 4 നെ എങ്ങനെ മാറ്റി എഴുതി? നമുക്ക് x raised to minus 4 ആക്കി ഈക്വൽ ടു 1 by x raised to 4 ലേക്ക് വന്നു. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് ഈ നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി അല്ലെ. അപ്പൊ എന്താണ് ഇക്വേഷൻ? എന്താണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y into integrating factor equal to integral അല്ലെ q of x into integrating factor dx plus c ആണ്. y into integrating factor നമുക്കറിയാം 1 by x raised to 4 അല്ലെ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെ y raised to minus 4 ആണ്, x raised to minus 4 ആണ്, ഈക്വൽ ടു 1 by x raised to 4 ആണ്. നമുക്ക് അതിന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയി വന്ന് അത് നേരെ എടുത്ത് എഴുതി. ഈക്വൽ ടു ഇന്റഗ്രൽ q of x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? നമുക്ക് എഴുതിയിട്ടുണ്ട് x raised to 5 into e raised to x ആണെന്ന് അറിയാം. അപ്പൊ എന്ത് ചെയ്തു? x e raised to 5 e raised to x into അല്ലെ 1 by x raised to 4 ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx plus c. ഇത് രണ്ടും ക്യാൻസലേഷൻ ചെയ്തു. അപ്പൊ ബാക്കി ആരുണ്ടാവുള്ളൂ? x മാത്രമേ ഉണ്ടാവും. അപ്പൊ y into അല്ലെ 1 by x raised to 4 equal to integral x into e raised to x dx plus c ആയി മാറും. അപ്പൊ ഇവിടെ നോക്കുക, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ y into 1 by x raised to 4 ഈക്വൽ ടു അവിടെ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ പ്രൊഡക്റ്റ് റൂൾ അറിയാം, നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ആണ് e raised to x മൈനസ് ഓഫ് ഇന്റഗ്രൽ അല്ലെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ് നമുക്ക് ഇതിന്റെ പറയുന്നത് ഇൻറ്റു dx പ്ലസ് c. ഈ dx ഈ ഇന്റഗ്രേഷൻ dx ആണ്. അപ്പൊ y into 1 by x raised to 4 ഈക്വൽ ടു ഇന്റഗ്രൽ e raised to x എന്ന് പറഞ്ഞാൽ e raised to x, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ e raised to x dx plus c ആണ്. y into 1 by x raised to 4 equal to x into e raised to x. വീണ്ടും e raised to x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to x plus c എന്ന രീതിയിലേക്ക് വരും. ഇനി എന്ത് ചെയ്യാ? ഇവിടെ 1 by എന്ന ഫോമിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ y ഈക്വൽ ടു എന്ന രീതിയിൽ എഴുതുമ്പോ ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ x raised to 4 into x into e raised to x minus e raised to x plus c എന്ന രീതിയിലേക്ക് വരും.
ഇനി ഇതിനെ ആ എക്സിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? y ഈക്വൽ ടു x raised to 5 e raised to x minus x raised to 4 e raised to x plus c into x raised to 4 എന്ന രീതിയിലേക്ക് നമുക്ക് ഇതിന്റെ വാല്യൂ ആയി വരും. അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ആയ എന്താ വരുന്നത്? നമുക്ക് ആൻസർ y ഈക്വൽ ടു x raised to 5 e raised to x minus x raised to 4 e raised to x plus c into x raised to 4 എന്ന രീതിയിലേക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സോൾവ് the initial value problem dy by dx equal to xy square minus cos x sin x divided by y into 1 minus x square y of 0 equal to 0. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. എന്നതിന് ശേഷം എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് തന്ന ഫംഗ്ഷൻ ഏതാണ്? dy by dx തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ. അപ്പൊ ഇതിന് dy by dx എക്സ് വൈ സ്ക്വയർ മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ y into 1 minus x square ആണ്. അത് ഞാൻ ഇങ്ങോട്ട് എഴുതി. അപ്പൊ dy by dx equal to എക്സ് വൈ സ്ക്വയർ മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ y into 1 minus x square. ഈ y ത്രൂ ഔട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എക്സ് വൈ സ്ക്വയർ മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ y into 1 y മൈനസ് y into x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ y എന്ന രീതിയിലേക്ക് എഴുതി. നമുക്കിവിടെ നോക്കുക, ഇവിടെ dy by dx ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ y into എക്സ് സ്ക്വയർ ഇൻറ്റു y ആണ്. ഈ y മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്നിട്ടും y മൈനസ് എക്സ് സ്ക്വയർ y ഇൻറ്റു dy by dx ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ആയി മാറി. ഈ dx അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അല്ലെ y മൈനസ് എക്സ് സ്ക്വയർ y dy ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഏതാ? ഈ dy by dy നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താവും? എക്സ് വൈ സ്ക്വയർ മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ പ്ലസ് ആയപ്പോ അങ്ങോട്ട് മൈനസ് ഓഫ് y ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു dy ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റാൻ കഴിയുന്നില്ല അല്ലെ. എക്സും വൈ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയി വന്നതുകൊണ്ട് ഇവിടെ എക്സും വൈയും കോമ്പിനേഷൻ ആണ്, ഇവിടെ എക്സും വൈയും കോമ്പിനേഷൻ. അതുകൊണ്ട് സെപ്പറബിൾ ഇതിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോർമാറ്റ് എന്തായിരുന്നു? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ അല്ലെ, ഇത് ആദ്യം എന്ത് ചെയ്യണം? എക്സാക്ട് ആണെന്ന് നോക്കണം. അപ്പൊ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ ബുദ്ധിമുട്ടില്ല. ഇവിടെ എം എന്ന് പറഞ്ഞാൽ എക്സ് വൈ സ്ക്വയർ മൈനസ് കോസ് എക്സ് സൈൻ എക്സ്, എൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡി എക്സ് ഇങ്ങോട്ട് കൊണ്ട് കൊണ്ടുവരാട്ടോ. ഞാൻ ഇവിടെ ഡി വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡി എക്സിനെ ഈക്വൽ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോ ഇവിടെ എന്താവും അല്ലെ, മൈനസ് ഓഫ് എന്ന രീതിയിൽ ഈ ടേം മൊത്തം മൈനസ് ഓഫ് ആവും. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഓഫ് ഇങ്ങനെ ആയി മാറിയെന്നുള്ളൂ. അപ്പൊ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഈക്വൽ ടു എന്തായിരുന്നു അല്ലെ, എക്സ് വൈ സ്ക്വയർ മൈനസ് എന്തായിരുന്നു? കോസ് എക്സ് സൈൻ എക്സ് ആയിരുന്നു അല്ലെ. എം എന്ന് പറഞ്ഞാൽ എക്സ് വൈ സ്ക്വയർ മൈനസ് കോസ് എക്സ് സൈൻ എക്സ് എന്ന രീതിയിലായിരുന്നു. ഇനി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അല്ലെ, മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് സ്ക്വയർ അല്ലെ, മൈനസ് ഓഫ് വൈ എക്സ് സ്ക്വയർ വൈ ആണ്. ഒന്ന് മാറ്റി എഴുതുമ്പോ മൈനസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ വൈ എന്ന രീതിയിലേക്ക് വരും. ബ്രാക്കറ്റ് റിമൂവ് ചെയ്തപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് എന്തായിരുന്നു? ഡോ എം ബൈ എന്തായിരുന്നു? ഡോ വൈ ആണ്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക പാർഷ്യൽ ആയിട്ട് വൈയിലേക്ക്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും? 2xy ആവും. ഇവിടെ y ടൈം ഇല്ലാത്തതുകൊണ്ട് മൊത്തം 0 ആയി കിട്ടി. അപ്പൊ 2xy ആയി.
അങ്ങനെയാണെങ്കിൽ ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആണ്. ഇവിടെ എന്താവും അല്ലെ 0 പ്ലസ് 2xy ആയി. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഡോ എമ്മും അല്ലെ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും തമ്മിൽ എന്തായി? ഈക്വൽ ആയി. അപ്പൊ എന്ത് പറയാം? Therefore it is exact. ഇത് എക്സാക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ജനറൽ സൊല്യൂഷൻ കാണാൻ പറ്റും. അപ്പൊ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഇവിടെ എന്ത് ചെയ്യണം? എക്സ് ഡസ് നോട്ട് ഇൻവോൾവ് അല്ലെ ഡി വൈ എന്ന ഇക്വേഷനകത്ത് എന്ത് പാടില്ല? അല്ലെ എക്സ് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ എടുക്കാൻ പാടില്ല. ഈക്വൽ ടു എന്ത് പറയാം? സി എന്ന് പറയാം. ഇതാണ് നമ്മളതിന്റെ ജനറൽ സൊല്യൂഷൻ ആയി. പിന്നെ അപ്പോ ഇവിടെ നോക്കുക, എം ബുദ്ധിമുട്ടില്ല. ഇനി എന്നെ എങ്ങനെ എടുക്കാൻ പറ്റും നോക്കുക. ഏതിനകത്ത്? അല്ലെ എന്നിന്റെ അകത്താണ്. ഡി എക്സ് ഡി വൈ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഇവിടെ എൻ ആക്കി. കാരണം ഡി വൈ പറയുമ്പോൾ ഇവിടേക്കാണ് വരുന്നത്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ എന്നിന്റെ അകത്ത് എന്ത് വരുന്നില്ല? എക്സ് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻ മാത്രം എടുക്കാനാ പറഞ്ഞത്. എമ്മിന്റെ അകത്ത് യാതൊരു ബുദ്ധിമുട്ടില്ല. ആ ഫംഗ്ഷൻ അതേപോലെ എടുത്തേരി. കോസ് എക്സ് സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എക്സ് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നിൽ നിന്ന്. അപ്പോ ഇവിടെ നോക്കുക, ഇവിടെ എക്സ് സ്ക്വയർ വൈ ഉണ്ട്. അപ്പൊ ഇവിടെ എക്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ആരെ ബാക്കി എടുക്കാൻ പറ്റുള്ളൂ? മൈനസ് വൈനെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ നോക്കുക, എക്സ് നോട്ട് ഇൻവോൾവ് എന്ന് പറഞ്ഞത്. അപ്പൊ എക്സ് ഇൻവോൾവ് ചെയ്ത ഭാഗം എടുക്കാൻ പാടില്ല. അപ്പൊ എക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് എക്സ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഒഴിവാക്കി. ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് മൈനസ് വൈ. ഇത് സാധാരണ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം, കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ് അല്ലെ? ആ രീതിയാണ്. അപ്പൊ ഒരു 2ന്റെ കുറവുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇന്റഗ്രൽ എക്സ് വൈ സ്ക്വയർ ഒരു 1/2 × 2 ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു സി. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായി മാറി? നമ്മള് സൈൻ 2x എന്ന രീതിയിലേക്ക് മാറി. അപ്പൊ ഇക്ക് എന്ത് വരും? ഇന്റഗ്രൽ എക്സ് വൈ സ്ക്വയർ മൈനസ് 1/2 സൈൻ 2x ഡി എക്സ് മൈനസ് ഓഫ് വൈ ഡി വൈ ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ ഇത് മൊത്തം എന്തായി? സൈൻ 2x ആയി മൈനസ് 1/2 എന്ന രീതി. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സ് വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 ആയി. മൈനസ് 1/2 ഉണ്ട്. സൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് 2x ബൈ 2 ആണ്. വൈനെ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 2 ആണ് ഈക്വൽ ടു സി. ഇവിടെ എല്ലാത്തിലും ഒരു 2 ഉണ്ട്. ആ 2 ഒന്ന് ക്യാൻസൽ ചെയ്ത് വരും. വൈ സ്ക്വയർ അല്ലെ? എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 1 മൈനസ് മൈനസും പ്ലസ് ആയി cos 2x minus y square. ഇവിടെ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? ഈക്വൽ ടു 2c എന്ന രീതി, അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറയാം. അപ്പൊ ഇവിടെ ഞാൻ ഈ 2c എന്ന് മാറ്റിയിട്ട് വെറും c യിലേക്ക് ഒന്ന് മാറ്റിയതാണ്. പ്ലസ് 1/2 cos 2x minus y square. c എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ C എന്ന രീതിയിലേക്ക് കിട്ടും. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ y of 0 equal to 2 എന്ന് പറഞ്ഞാൽ x equal to 0 y equal to 2 എന്ന രീതിയിൽ. അപ്പൊ എന്താവും? എക്സിന് 0 ആണ്, 0 സ്ക്വയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ y സ്ക്വയറിന് 2 അല്ലെ? 2 സ്ക്വയർ 1/2 ഇൻറ്റു എക്സിന്റെ വാല്യൂ 0 ആണ്. മൈനസ് y സ്ക്വയർ എന്ന് പറയുമ്പോൾ അല്ലെ 2 സ്ക്വയർ ഈക്വൽ ടു c. ഇത് മൊത്തം 0 ആയി. ഇപ്പൊ 1/2 ഇൻറ്റു അല്ലെ 2 into 0 cos 0 മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ ടു സി. അപ്പൊ cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1/2 into 1 മൈനസ് 4 ഈക്വൽ ടു സി. അപ്പൊ എന്ത് കിട്ടി? സി ഈക്വൽ ടു അല്ലെ? ഇവിടെ കിട്ടി 1/2 മൈനസ് 4 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് 4 into 2 8 8/2 എത്ര കിട്ടി? മൈനസ് 7/2 മൈനസ് 7/2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ സൊല്യൂഷനെ അല്ലെ? മൊത്തത്തിൽ എഴുതുമ്പോ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പിന്നെന്താണ് പ്ലസ് 1/2 കോസ് 2x വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 7/2 ആണ്.
ഇവിടെ നോക്കുക ഒരു -1/2 ത്രൂ ഔട്ട് എന്ത് ചെയ്തു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ആൻസർക്ക് കിടക്കുന്നത് പ്ലസ് ആക്കിയിരിക്കുന്ന രീതിയിലാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ഇത് ചെയ്തപ്പോ അവിടെ ചെയ്തത് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളൂ. ഏത് ഈ എക്സ് y² മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ഡി എക്സിനെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തേ ഉള്ളൂ ഇവിടെ മൈനസ്. ആ മൈനസിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ത്രൂ ഔട്ട് എന്ത് ചെയ്തു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ -x² y² -1/2 cos 2x ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി, ഇവിടെ മൈനസ് മൈനസും പ്ലസ് ആയി. നമ്മളൊരു അറേഞ്ച് ചെയ്യാൻ y² മൈനസ് x² y² -1/2 cos 2x ഈക്വൽ ടു 7/2. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മളെ സൊല്യൂഷൻ ആക്കി, അഥവാ പർട്ടിക്കുലർ സൊല്യൂഷൻ ആക്കി നമ്മൾ ആൻസർ കീ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന് രണ്ടും ശരി തന്നെയാണ്, കാരണം പിന്നെ ആൻസർ കീയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ. ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഈ ആൻസർ റേറ്റ് നേരത്തെ നിർത്തിയാലും ശരി തന്നെയാണ്, യാതൊരു മാറ്റമൊന്നുമില്ല. ആ മൈനസിനെ ഞാൻ ഈക്വൽ ടു മൈനസ് ത്രൂ ഔട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ഡിറ്റർമിൻ ദി വെദർ ദി ഫംഗ്ഷൻ f1 of x equal to x, f2 of x equal to x square, f3 of x equal to 4x minus 3x square are linearly dependent or linearly independent on the interval -infinity to +infinity. അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ മെത്തേഡായ റോൺസ്കിയൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ റോൺസ്കിയൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡിറ്റർമിൻ വാല്യൂകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഡിറ്റർമിൻ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഡിപെൻഡന്റ് ആണ്. ഈക്വൽ ടു 0 അല്ലാത്ത കേസിൽ നോൺ ഡിറ്റർമിൻ വാല്യൂ അഥവാ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് റോൺസ്കിയൻ ഉപയോഗിക്കുമ്പോൾ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഡിപെൻഡന്റ്, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എന്താണ് ഇൻഡിപെൻഡന്റ് ആണെന്ന് ഓർത്ത് വെക്കാൻ നമുക്ക് ഒരു തിയറം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിന്റെ റോൺസ്കിയൻ ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ റോൺസ്കിയൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഈക്വൽ ടു f1 of x ആഡ് ചെയ്ത് f2 of x 3 ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ f1 f2 x ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതുക, ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതുക, ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതുക, പിന്നെ ഇതിന്റെ വീണ്ടും ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്ത സെക്കൻഡ് ഡെറിവേറ്റീവ് f2 ന് ചെയ്യുക, f3. അപ്പോൾ f തന്നിട്ടുണ്ട് അല്ലെ. f1 of x എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് x ആണ്. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായി 1 ആണ്. അതിന്റെ വീണ്ടും ഡബിൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഇത് 0 ആണ്. ഇനി f2 of x തന്നിട്ടുണ്ട് x² ആണ്. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് 2x ആണ്. അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആയി മാറി. അടുത്ത എന്താണ് അല്ലെ f3 ആണ് അല്ലെ. f3 of x എന്ന് പറഞ്ഞാൽ 4x minus 3x². അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായി 4x അല്ലെ. 4x ഡെറിവേറ്റീവ് 4 മൈനസ് 3 into 2 6x ആയി. f3ന്റെ ഡബിൾ ഡെറിവേറ്റീവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ -6. അത് നേരത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എന്താവും x സ്ക്വയർ 4x minus 3x² 1 2x പിന്നെന്താണ് ഇവിടെ അല്ലെ 4 minus 6x. അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ -6 ആണ്. ഇനി എന്ത് ചെയ്യുക, ഇതിന്റെ ഡിറ്റർമിൻ വാല്യൂ കണ്ടെത്തുക. അപ്പൊ ഈക്വൽ ടു അല്ലെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ എക്സിനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സ് എടുത്തു, അപ്പൊ ബാക്കിയുള്ള വാല്യൂ കളഞ്ഞപ്പോ എന്താവും 2x 4 minus 6x 2 minus 6. ഇനി മൈനസ് x² 1 4 minus 6x 0 minus 6. അടുത്ത പ്ലസ് 4x minus 3x². ഡിറ്റർമിൻ വാല്യൂ എങ്ങനെ വരിക 1 2x 0 2 ഈക്വൽ ടു x ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 2x into -6 minus 2 into 4 minus 6x minus x² അല്ലെ 1 into -6 minus of 0 into 4 minus 6x. അടുത്ത് പ്ലസ് 4x minus 3x² ഇവിടെ 1 into 2 minus 0 into 2x ഈക്വൽ ടു x into ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും -12x. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8 പ്ലസ് പ്ലസ് അല്ലെ മൈനസ് മൈനസും പ്ലസ് ആയി 12x മൈനസ് x² ഇൻറ്റു അല്ലെ -6 ഇവിടെ മൊത്തം 0 ആയി പോയി. ഇനി പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 4x minus 3x² ഇൻറ്റു ഇവിടെ എന്ത് വരും അല്ലെ 1 into 2 that is 2
ബാക്കി എന്താണ്? ഇത് 0 ആണ്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് -12x പ്ലസ് 12x ക്യാൻസൽ ആയി. ബാക്കി ഉള്ളൂ x ഇൻറ്റു -8. അപ്പൊ -8x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 6x². ഇനി 2 ഇൻറ്റു 4 അല്ലെ, അപ്പൊ അതിന്റെ ബ്രാക്കറ്റ് ഇവിടെ വരണം. 2 ഇൻറ്റു 4 അപ്പൊ പ്ലസ് 8x, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 8x. 3 ഇൻറ്റു 2 6 മൈനസ് 6x². അപ്പൊ എന്തായി? -8x പ്ലസ് 8x ക്യാൻസൽ ആയി. പ്ലസ് 6x² മൈനസ് 6x² ക്യാൻസൽ ആയി. ബാക്കി എന്തേ ഉള്ളൂ? 0. അപ്പൊ therefore it is linearly എന്താണ്? ഡിപെൻഡന്റ് എന്ന് പറയാൻ പറ്റി. കാരണം എന്താ? റോൺസ്കിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഇതെന്താണ്? ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെയാണ്? 5th ക്വസ്റ്റ്യൻ. എന്താണ് 5th ക്വസ്റ്റ്യൻ? 5th question, the function y1 equal to log x is a solution of x y double dash plus y dash equal to 0. Find a second solution, y2 of x. നമ്മൾ കാണാൻ പറഞ്ഞത് y2 എന്നൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അഥവാ അതിന്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. y1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില്ല. നമുക്കറിയാം ഒരു ജനറൽ സൊല്യൂഷൻ അകത്ത് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? അല്ലെ, y ഈക്വൽ ടു അല്ലെ, എങ്ങനെ എഴുതാം നമുക്ക്? അല്ലെ, c1 y1 പ്ലസ് c2 y2 എന്ന രീതിയിൽ നമുക്ക് എഴുതാം. അതിൽ y1 തന്നിട്ടുണ്ട്, y2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇക്വേഷനെ ജനറൽ സൊല്യൂഷൻ ആക്കി നമുക്ക് എഴുതാൻ പറ്റണം അല്ലെ. അപ്പൊ y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് y ഡാഷ് പ്ലസ് q ഓഫ് എക്സ് y ഈക്വൽ ടു 0 എന്ന രീതിയിലാണെങ്കിൽ y1 ഗിവൺ ആണെങ്കിൽ അതിന്റെ y2 of x എന്ന് പറഞ്ഞാൽ y1 of x into integral e raised to minus p of x dx divided by y1 of x into dx ആണ് നമുക്ക് ഇതിന്റെ ആൻസർ. അങ്ങനെയാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? c1 y1 of x plus c2 into y2 of x. ഇവിടെ നോക്ക്, ഇവിടെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ y ഡബിൾ ഡാഷ് എന്ന രീതിയിലേക്കാണ്. പക്ഷെ ഇവിടെ തന്നിക്കണ എങ്ങനെ നമുക്ക് അല്ലെ, x into y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഈക്വൽ ടു 0 എന്ന രീതിയിലാണ്. ഇവിടെ x നെ ഒഴിവാക്കണം. അപ്പൊ ത്രൂ ഔട്ട് എക്സിന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? 1/x into y dash equal to 0 എന്ന രീതിയിലേക്ക് വരും. അപ്പൊ ഇവിടെ p of x എന്ന് പറഞ്ഞാൽ ആരായി മാറി? y ഡാഷിന്റെ കോഎഫിഷ്യന്റ്. y ഡാഷിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? 1/x ആണ്. ഓക്കെ. പിന്നെ q of x എന്താണ്? ഇവിടെ 0 ആണ് അല്ലെ, അത് വേണമെങ്കിൽ എഴുതിയേക്കാം. q of x equal to 0. ഇവിടെ അത് ആവശ്യം വരുന്നില്ല, y1 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ p യും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ y1 എന്ന് പറഞ്ഞാൽ log x ആണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിനകത്തുള്ള ഈ ഭാഗമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to minus p of x dx. അപ്പൊ p of x നമ്മൾ കണ്ടെത്തി. എന്തായിരുന്നു? ഇന്റഗ്രൽ 1/x dx ഈക്വൽ ടു എന്തായി മാറി? ഇന്റഗ്രൽ log x അല്ലെ, മൈനസ് log x എന്ന് പറഞ്ഞാൽ e raised to log x raised to -1. ആൻസർ എന്തായി? x raised to -1 എന്ന് പറഞ്ഞാൽ 1/x എന്ന രീതിയിലേക്ക് വന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിനെ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇതിനകത്തേക്ക് പോവാം, ഈ ഭാഗത്തേക്ക് പോവാം. അപ്പൊ എന്താവും ഇവിടെ അല്ലെ, e raised to minus log of p of x dx divided by y1 of x സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. എന്താണ്? 1/x divided by ഇതിന്റെ എന്താണ്? log of x whole square equal to. ഓക്കെ. ഇനി ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ശേഷം ഒരു ഇന്റഗ്രേഷൻ കൊടുക്കാം. ഇന്റഗ്രൽ ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇന്റഗ്രൽ ഇപ്പൊ dx വന്നു, ഇവിടെ എന്ത് ചെയ്തു? dx വന്നു. ഞാൻ ഇവിടെ log x ന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്? ഒരു t എന്നൊരു വാല്യൂ കൊടുക്കുക. അപ്പൊ t ഈക്വൽ ടു എന്താണ്? log x സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പൊ dt എന്ന് പറയുമ്പോൾ ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x dx. അപ്പൊ 1/x കാണുന്നത് എന്താ? dt കൊടുക്കാം. അപ്പൊ ഈക്വൽ ടു ഇന്റഗ്രൽ ഇതെന്തായി മാറി അല്ലെ, 1/x into dx എന്ന് പറഞ്ഞാൽ dt ആണ്. അപ്പൊ ഇവിടെ എന്താ? 1/t² into dt. ഇന്റഗ്രൽ t raised to -2 dt. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? t raised to -2 plus 1/-2 plus 1. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? t raised to -1 minus 1 equal to -1/t. അപ്പൊ 1/t ക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ t ന്റെ വാല്യൂ എന്താണ്? log x. അപ്പൊ t ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. എന്താണ്? log x. അപ്പൊ -1/log x എന്ന രീതിയിലേക്ക് നമുക്ക് വന്നു.
ഇനി എന്ത് ചെയ്യുക, നേരെ നമുക്ക് ആ ഇക്വേഷനിലേക്ക് y2 of x എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ y2 of x ഈക്വൽ ടു എന്തായി ഇക്വേഷൻ y1 of x into integral e raised to minus p of x dx divided by y1 square of x dx. ഇതിന്റെ മൊത്തം വാല്യൂ നമ്മൾ കണ്ടെത്തി. y1 എന്ന് പറഞ്ഞാൽ log x into വീണ്ടും എന്തായി മാറി അല്ലെ, ഇവിടെ എന്താ വരുന്നത് മൈനസ് 1 ബൈ log x. അത് വെട്ടിപ്പോയി ഫൈനൽ ആൻസർ എന്താ കിട്ടി y2 of x ഈക്വൽ ടു മൈനസ് 1. നമുക്കറിയാം y എന്ന് പറഞ്ഞാൽ c1 y1 of x പ്ലസ് c2 y2 of x ആണ്. ആ മൈനസ് ഞാൻ എന്താക്കി c2 യിലേക്ക് കൊടുത്തു. അപ്പൊ y2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി 1 ആണ് വരുന്നത്. ചെയ്തു വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ മൈനസ് 1 ആണ്. y2 അല്ലെ ഓഫ് x എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ c2 എന്താണ് ഒരു മൈനസ് ആണ് വിചാരിച്ച് എന്ത് ചെയ്യുക y2 ഈക്വൽ ടു 1ലേക്ക് എന്ത് ചെയ്യുക നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നിർത്താം. അപ്പൊ y2ന്റെ വാല്യൂ എന്തായി, ആ മൈനസിൽ ഇത് പ്ലസ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇനി 6th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 6th ക്വസ്റ്റ്യൻ, സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം 4 into y double dash plus 4 into y dash plus 17y equal to 0, y of 0 equal to minus 1, y dash of 0 equal to 2. നമുക്ക് തന്നത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. തന്ന ഇക്വേഷൻ 4y double dash plus 4y dash plus 17y equal to 0 എന്ന രീതിയിലാണ്. അപ്പൊ ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിന്റെ ഓക്സിലറി ഇക്വേഷനിലേക്ക് മാറ്റണം അല്ലെ. ഉളർ കോഷി ഇക്വേഷൻ ഒക്കെ ആ ടൈപ്പിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ കോഷി ഇക്വേഷൻസിലേക്ക് നോക്കാം. നമുക്കറിയാം ഇങ്ങനെ y ഡബിൾ ഡാഷ് തന്നു കഴിഞ്ഞതിന്റെ ഇങ്ങനെ ഓക്സിലറി ഇക്വേഷനിലേക്ക് മാറ്റാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്സിലറി ഇക്വേഷൻ അല്ലെ. അപ്പൊ എന്താ y ഡബിൾ ഡാഷ് കാണുന്നിടത്ത് എന്താക്കുക അതിന്റെ m സ്ക്വയർ കൊടുക്കുക, y ഡാഷ് ഉള്ളിടത്ത് എന്താക്കുക m കൊടുക്കുക. മറ്റൊന്നും ചെയ്യണ്ട, y ഉള്ളിടത്തത് കോൺസ്റ്റന്റ് ആക്കി ഇടാം അഥവാ 1 ആക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഓക്സിലറി ഇക്വേഷൻ എന്തായി വന്നു 4m സ്ക്വയർ പ്ലസ് 4m പ്ലസ് 17 ഈക്വൽ ടു 0. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വന്നത്. ആ എമ്മിന്റെ സൊല്യൂഷൻ കാണാൻ പറ്റും. ഈ 4ഉം ഡിവിഷനൊക്കെ നമുക്ക് കിട്ടാമായിരുന്നു, പക്ഷെ ഇവിടെ 17 ആയതുകൊണ്ട് പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിന്റെ ഡിവിഷൻ കറക്റ്റ് കിട്ടുന്നില്ല അല്ലെ. നമുക്ക് ആഡ് ചെയ്താൽ പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സ് ആരൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ എന്താണ് ലാസ്റ്റ് നമ്പർ 17 ആയതുകൊണ്ട് നമുക്ക് എന്ത് വരില്ല അല്ല, അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയില്ല. കണ്ടിട്ട് അത് ഒരു കോംപ്ലക്സ് നമ്പറിലേക്ക് വരുന്നുണ്ടോ സംശയമുണ്ട്. കാരണം 17 ഒരു പ്രൈം ആയതുകൊണ്ട് അത് ഒരു ചാൻസ് കൂടുതൽ കോംപ്ലക്സ് റൂട്ടിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്റെ വാല്യൂ ഇവിടെ എത്രയാണ് 4 ആണ്. നമുക്ക് പഠിച്ചിട്ടുണ്ട് എ ചെറിയ 10ാം ക്ലാസ്സിൽ അല്ലെ ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2 എന്ന രീതിയിൽ പോവാം അല്ലെ. 10th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 4, ബി എന്ന് പറഞ്ഞാൽ 4, സി എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പൊ എം എന്ന് പറഞ്ഞാൽ മൈനസ് ബി മൈനസ് 4 പ്ലസ് ഓർ മൈനസ് അല്ലെ ബി സ്ക്വയർ മൈനസ് 4c അതാണ് ബി എന്നാണ് 4 സ്ക്വയർ 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 4, സി എന്ന് പറഞ്ഞാൽ 17 ഇതിനകത്ത് ആരാണ് റൂട്ടിനകത്താണ് ഇത് ഡിവൈഡഡ് ബൈ ആരാണ് 2 ഇൻറ്റു എ എവിടെ എത്ര 4 ഈക്വൽ ടു മൈനസ് 4 പ്ലസ് ഓർ മൈനസ് 4ന്റെ സ്ക്വയർ 16, 4 into 4 16 into 17 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ എന്താവും അല്ലെ 272 ആയി മാറി റൂട്ട് ചെയ്തപ്പോ. ഇനി എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ ചെയ്തു 4 into 2 8. ഇവിടെ നോക്കുക 16 into 17 ആണ് 272. 272 16 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് എത്ര വരുന്നത് 256. അപ്പൊ നെഗറ്റീവ് എന്നത് കോംപ്ലക്സ് ആണ് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ 17 വന്നതുകൊണ്ട് ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ ചാൻസ് കൂടുതൽ എന്ന് പറയാനുള്ള കാരണം. അപ്പോ മൈനസ് 256 നമുക്ക് വാല്യൂ അറിയാം എത്രയാണ് അല്ലെ പ്ലസ് ഓർ മൈനസ് ആരായി 16 ഐ ആണ് അല്ലെ കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് ഐ ഇട്ടു. ത്രൂ ഔട്ട് 8 കൊണ്ട് എന്ത് ചെയ്യാം ഡിവിഷൻ നടത്തും. അപ്പൊ എന്ത് കിട്ടും അല്ലെ ഇവിടെ എന്താ ഒരു 4നെ വെട്ടി ഇവിടെയും 4നെ വെട്ട അല്ലെ കോമൺ ആയിട്ട് നല്ലത് 4 കൊണ്ട് വെട്ടി ക്യാൻസലേഷൻ ചെയ്യാം. അപ്പൊ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 4i ഡിവൈഡഡ് ബൈ 2 ആയി മാറി. ഇതിനെ ഒന്നും കൂടി മാറ്റിയതാണെങ്കിൽ 1/2 പ്ലസ് ഓർ മൈനസ് 2i എന്ന രീതിയിലേക്ക് വരും. അപ്പൊ ഇവിടെ ആൽഫ നമുക്കറിയാം ബീറ്റ അറിയാം. അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഈക്വൽ ടു മൈനസ് 1/2 പ്ലസ് ഓർ മൈനസ് അല്ലെ 2i. നമുക്കറിയാം ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റയാണ്.
അപ്പൊ ആൽഫ ഈക്വൽ ടു -1/2, ബീറ്റ ഈക്വൽ ടു 2. അപ്പൊ therefore ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1 cos ബീറ്റ എക്സ് പ്ലസ് c2 ഇൻറ്റു സൈൻ ബീറ്റ എക്സ് എന്ന രീതിയിലാണ്. ആൽഫക്ക് എന്താ കൊടുത്തേക്കുന്നത് നമ്മളെ അല്ലെ കിട്ടിയിരിക്കുന്നത് -1/2 ആണ് എഴുതി. ബീറ്റ എന്ന് പറഞ്ഞാൽ 2x ആണ് പ്ലസ് അല്ലെ 2 ആണ് സൈൻ 2x. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ജനറൽ സൊല്യൂഷൻ കണ്ടെത്തി. നമ്മൾ കാണാൻ പറഞ്ഞത് പർട്ടിക്കുലർ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമ്മൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. y ഓഫ് 0 ഈക്വൽ ടു -1 അതേപോലെ y ഡാഷ് ഓഫ് അല്ലെ 0 എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് കാണാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പർട്ടിക്കുലർ സൊല്യൂഷനിൽ y ഓഫ് 0 ഈക്വൽ ടു -1 ചെയ്യാൻ പോവാണ്. അപ്പൊ y ഈക്വൽ ടു -1, x ഈക്വൽ ടു 0 ആണ്. അപ്പൊ y-ന്റെ വാല്യൂ നമുക്കറിയാം. y ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? e റൈസ് ടു അല്ലെ -x/2 അല്ലെ അങ്ങോട്ട് മാറ്റി എഴുതിയെന്നുള്ളൂ. c1 cos 2x പ്ലസ് c2 ഇൻറ്റു സൈൻ 2x. y-ന്റെ വാല്യൂ -1, e റൈസ് ടു x-ന്റെ വാല്യൂ 0 ആകുമ്പോൾ ഇവിടെ ഈ 0/2 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. മൈനസ് വാല്യൂ കൊടുത്താലോ ഒക്കെ ഒന്ന് തന്നെയാണ്. c1 അല്ലെ കോസ് x-ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. 2 ഇൻറ്റു സൈൻ 2 ഇൻറ്റു 0. 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് അല്ലെ. അപ്പൊ -1. e റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു c1 ഇൻറ്റു അല്ലെ കോസ് 0 പ്ലസ് c2 ഇൻറ്റു സൈൻ 0 -1 ഈക്വൽ ടു കോസ് 0 1 ആണ്. സൈൻ 0 ആണെങ്കിലോ 0 ആണ്. അപ്പൊ എന്ത് കിട്ടി? c1ന്റെ വാല്യൂ -1 എന്ന രീതിയിലേക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ കാണാൻ പറഞ്ഞു y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 2 എന്ന രീതിയിലാണ്. നമുക്കറിയാം y എന്ന് പറഞ്ഞാൽ e റൈസ് ടു -x/2 ഇൻറ്റു c1 cos 2x പ്ലസ് c2 ഇൻറ്റു സൈൻ 2x എന്ന രീതിയിലാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ട ശേഷമേ ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് പ്രൊഡക്റ്റ് റൂൾ എന്ന രീതിയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡും ചെയ്യാം. ഞാൻ ആദ്യം ചെയ്യുന്നത് e റൈസ് ടു -x/2 ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് അല്ലെ? -1/2 ഇൻറ്റു e റൈസ് ടു -x/2 ഇൻറ്റു എന്തായി c1 cos 2x പ്ലസ് c2 ഇൻറ്റു സൈൻ 2x കഴിഞ്ഞിട്ടില്ല. പ്ലസ് e റൈസ് ടു -x/2 ഇൻറ്റു ഇതിന് ഡെറിവേറ്റ് ചെയ്യാം. കോസിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ -2c1 ഇൻറ്റു സൈൻ 2x പ്ലസ് ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും അല്ലെ 2 ഇൻറ്റു c2 ഇൻറ്റു കോസ് 2x എന്ന രീതിയിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യാ? ഇതിന്റെ വാല്യൂസ് എന്ത് ചെയ്യാ? അപ്ലൈ ചെയ്യാം. നമുക്കറിയാം എക്സിന്റെ വാല്യൂ ഇവിടെ 0 ആണ്. y ഡാഷിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ? ഇതിന്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ y ഡാഷിന്റെ വാല്യൂ എന്താണ് അല്ലെ? 2 ആണ്. ഈക്വൽ ടു ഇനി -1/2 ഇൻറ്റു e റൈസ് ടു 0 അല്ലെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 0/2 എന്ന് പറഞ്ഞാൽ അല്ലെ 0/2 0 തന്നെയാണ്. മൈനസ് ഞാൻ ഒഴിവാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താവും? c1 ഇൻറ്റു cos 0 പ്ലസ് c2 ഇൻറ്റു സൈൻ 0 പ്ലസ് അടുത്തെന്താ ഇതിലേക്ക് e റൈസ് ടു x/2 ആണ് 0 ആണ്. ഇവിടെ ആരുണ്ട്? -2 ഇൻറ്റു c1 ഇൻറ്റു അവിടെ സൈൻ ആണ്. സൈൻ 2 ഇൻറ്റു 0 പ്ലസ് 2c2 ഇൻറ്റു കോസ് 2 ഇൻറ്റു 0 അല്ലെ കോസ് 2 ഇൻറ്റു 0 ഈ 2 ഈക്വൽ ടു -1/2 ഇൻറ്റു e റൈസ് 0 1 cos 0 1 c1 ഇൻറ്റു cos 0 1 c2 ഇൻറ്റു സൈൻ 0 0 പ്ലസ് e റൈസ് 0 1 -2c1 ഇൻറ്റു സൈൻ 2 ഇൻറ്റു 0 0 അപ്പൊ സൈൻ 0 എന്നാണ് 0 2 ഇൻറ്റു c2 കോസ് 2 ഇൻറ്റു 0 കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പൊ 2 ഇൻറ്റു -1/2 അല്ലെ c1ന്റെ വാല്യൂ നമുക്ക് അറിയാം. എത്ര c1ന്റെ വാല്യൂ? -1 -1 1 ഈ വാല്യൂ 0 ആയി പ്ലസ് അല്ലെ ഈ വാല്യൂ 0 ആയി 2c2 ആയി മാറി. അപ്പൊ 2 ഈക്വൽ ടു -1/2 ഇൻറ്റു -1 ഇത് 0 ആയി പോയി അല്ലെ. ആഡ് ചെയ്യുമ്പോൾ 1 ഈ നമ്പർ തന്നെ വരിക പ്ലസ് 2c2. അപ്പൊ 2 ഈക്വൽ ടു -1/2 പ്ലസ് c2. 2c2 ഈക്വൽ ടു
2 into minus 1 by 2. 4 minus 1 by 2 equal to 3 by 2. അപ്പോൾ എന്ത് കിട്ടി? C2 equal to ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താവും? 3 by 2 into 2 equal to 3 by 4 എന്ന രീതിയിലേക്ക് ആര് വന്നു? നമുക്ക് C2ന്റെ വാല്യൂ വന്നു. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്കറിയാം. ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? y equal to e raised to minus x by 2 അല്ലെ c1 cos 2x plus c2 into sin 2x എന്ന രീതിയിലാണ്. അപ്പൊ ഇവിടെ c1ന്റെയും c2ന്റെയും വാല്യൂ നമ്മൾ കണ്ടെത്തി. c1ന്റെ വാല്യൂ മൈനസ് ആണ്, പ്ലസ് c2ന്റെ വാല്യൂ 3/4 sin 2x. അപ്പൊ ഇതാണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ. മുകളിൽ എഴുതി പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. അപ്പൊ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് y equal to e raised to minus x by 2 into minus cos 2x പിന്നെ എന്തോന്നു പ്ലസ് 3/2 sin 2x എന്ന രീതിയിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 7th ക്വസ്റ്റ്യൻ. എന്താണ് 7th ക്വസ്റ്റ്യൻ? Find a homogeneous linear differential equation with a constant coefficient whose solution is y equal to c1 cos 8x plus c2 sin 8x. ഇവിടെ നമ്മൾ ഇതിന്റെ എന്താണ്? ജനറൽ സൊല്യൂഷനും കണ്ടെത്തി കഴിഞ്ഞതാണ്, അഥവാ ഈ ഭാഗം കഴിഞ്ഞതാണ്. എന്നിട്ട് ഇതിന്റെ റിവേഴ്സ് ആയ നമ്മളെ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഇത്രയും കിട്ടി. ഇതിനെന്താണ്? നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ -1/2 ആണ്. ഇത് വരുന്നത് ആരാണ്? നമ്മൾ ബീറ്റയാണ്, അത് 2 ആണ് അല്ലെ? ആ രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാനാ, ഹോമോജീനിയസ് ഇക്വേഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുക, c1 cos 8x c2 sin 8x ആണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ജനറൽ സൊല്യൂഷന്റെ അകത്ത് നമുക്ക് അല്ലെ കോൺസ്റ്റന്റ് ഈ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഒന്നാമത്തെ എന്താണ് അല്ലെ ഫസ്റ്റ് നോട്ട് റിപ്പീറ്റഡ് റൂട്ട്സുകളാണെങ്കിൽ അല്ലെ m1ഉം m2ഉം രണ്ട് വാല്യൂകൾ വ്യത്യാസമാണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ c1 plus c2 അല്ലെ c1 into e raised to എങ്ങനെ എഴുതാ? c1 into e raised to m1x plus c2 e raised to m2x ആണ്. ഇനി റിപ്പീറ്റഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതിയിരുന്നു അല്ലെ c1 plus c2 അല്ലെ ഒന്നുമില്ലെങ്കിൽ x എഴുതാം, അല്ലെങ്കിൽ log x ആകും. ആ ഫംഗ്ഷനകത്ത് ഊളർ കോഷി ഇക്വേഷൻ ആണെങ്കിൽ അങ്ങനെ മാറി വരും, e raised to അങ്ങനെ രീതിയിലേക്ക് വരും. പിന്നെ അല്ല കോംപ്ലക്സ് റൂട്ടിലേക്ക് വരുമ്പോൾ e raised to alpha x into അല്ലെ c1 cos beta x plus c2 sin x എന്ന രീതിയിലേക്ക് വരും. ഇങ്ങനെ കാറ്റഗറൈസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് അല്ലെ എന്റെ കയ്യിൽ ആൽഫ 1ഉം ആൽഫ 2ഉം രണ്ട് ഡിസ്റ്റിന്റ് റൂട്ടുകളാണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ എഴുതിയത് c1 e raised to alpha 1x plus ചിലപ്പോൾ ലാംഡ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാകുക, കുഴപ്പമൊന്നുമില്ല, c2 into e raised to alpha 2x ആണ്. ഇനി ആൽഫ 1ഉം ആൽഫ 1ഉം റിപ്പീറ്റഡ് റൂട്ട് ആണെങ്കിൽ y equal to c1 plus c2x into എന്താവും അല്ലെ e raised to alpha x എന്ന രീതിയിൽ. ഇത് കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ ബീറ്റ ഐ എന്ന രീതിയിലാണെങ്കിൽ y equal to e raised to alpha x into c1 cos beta x plus c2 sin beta x. അപ്പൊ ഇതിനകത്ത് സൈനും കോസും വരുന്നത് ആകെ ഈ കോംപ്ലക്സ് റൂട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ് ഇങ്ങനെ തന്നിട്ടു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കോംപ്ലക്സ് റൂട്ടുകളാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോ എന്തുണ്ട്? നമുക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ എഴുതാണ് എന്താണ് c1 cos 8x plus c2 sin 8x എന്ന് പറഞ്ഞാൽ ബീറ്റ 8 ആണ് വരുന്നത്. അതേ സ്ഥാനത്ത് ഇവിടെ എന്തില്ല? ആൽഫ അല്ല ഇല്ല, അഥവാ e raised to ഇല്ല. അപ്പൊ അവിടെ ഒന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ 1 എന്ന രീതിയിലേക്ക് മാറ്റി എഴുതാം അല്ലെ 1 into. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ e raised to ഇവിടെ 0 ആകാം. 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ 0 into x എന്ന രീതിയിൽ വരും അല്ലെ. ഇങ്ങനെ e raised to 0 into x എന്ന് പറഞ്ഞാൽ e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ആൽഫന്റെ വാല്യൂ എന്തായി? 0 ആയി. അപ്പൊ എന്ത് കിട്ടി? ആൽഫ ഈക്വൽ ടു 0ഉം ബീറ്റ ഈക്വൽ ടു 8ഉം ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോംപ്ലക്സ് റൂട്ട് ആണ് ഇങ്ങനെ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് 8i എന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്തിട്ടി? പ്ലസ് ഓർ മൈനസ് 8i എന്ന് പറഞ്ഞാൽ പ്ലസ് 8 ഉണ്ട്, പിന്നെ ആരുണ്ട്? -8 എന്ന രീതിയിലേക്ക് വന്നു.
അപ്പൊ ഇതിനെ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പൊ ഐഡിയ കിട്ടിയല്ലോ. y ഈക്വൽ ടു c1 cos 8x പ്ലസ് c2 ഇൻറ്റു sin 8x. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മൊത്തം അറിഞ്ഞിരിക്കണം. ഇപ്പൊ സാധാരണ ജനറൽ ഇക്വേഷൻ എഴുതിയത് ഇനി കോശി യൂലർ ഇക്വേഷൻ ആവുമ്പോൾ അവിടെ എന്താവും, ഞാൻ ഇവിടെ പറഞ്ഞു എന്താവും, ലോഗ് വരും. ഓക്കെ, അപ്പൊ എക്സ് റേസ്റ്റ് ഇ റേസ്റ്റ് മാറി എന്താവും, എക്സ് റേസ്റ്റ് m1 എന്ന രീതിയിലേക്കാണ് യൂലർ കോശി ഇക്വേഷൻ ഒക്കെ നമ്മൾ എഴുതാറ്. അപ്പോ ആ കൺസെപ്റ്റ് ഫുൾ ക്ലിയർ ആയാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫക്ക് 0 ആണ്, പ്ലസ് ഓർ മൈനസ് എന്തായി 8i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 8i. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് റൂട്ടിലേക്കാണ് നമ്മൾ എഴുതിയത് അല്ലെ. അപ്പൊ നമ്മൾ ഇനി എഴുതാൻ പോവാണ് കോംപ്ലക്സ് അല്ലെ, കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ്. ആരൊക്കെ കിട്ടിയപ്പോ, ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 8i. അപ്പൊ നമുക്ക് തിരിച്ചാണ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഓക്കെ, ചിലപ്പോ എഴുതുമ്പോൾ വായിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല, അതിനെ വായിച്ചത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമുക്കറിയാം ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോ നമുക്കറിയാം ഇവിടെ കിട്ടുന്ന വാല്യൂസ് സാധാരണ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലെ, പ്ലസും കൊടുത്തു ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -2 -3 ആണ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്കൊക്കെ മാറ്റാറുണ്ട് നമ്മൾ. അപ്പൊ ഇതിന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് വാല്യൂകൾ പ്രൊഡക്ട് ചെയ്താൽ ഇത് കിട്ടുന്ന രീതി. അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് എക്സിന്റെ വാല്യൂസ് പറഞ്ഞാൽ ഈ സാധനം കിട്ടി. ഈ സാധനം ഏതാണ്, പ്ലസ് ഓർ മൈനസ് അല്ലെ, ഈ സാധനം ഇത് കിട്ടി 8iയും പ്ലസ് 8iയും അല്ലെ. അപ്പൊ പ്ലസ് 8iയും മൈനസ് 8i എന്ന രീതിയിൽ. അപ്പൊ ഇവിടെ എങ്ങനെ മാറ്റി എഴുതാം, ഈക്വൽ ടു പ്ലസ് 8i മൈനസ് 8i എന്ന രീതിയിലേക്ക് ഞാൻ മാറ്റി എഴുതി. ഇനി നേരത്തെ ഇതുപോലെ ഇങ്ങനെ എഴുതി കൂടെ തൊട്ട് മേലോട്ട് കയറി എങ്ങനെ എഴുതാം, അവിടെ എക്സ് മാറ്റിയിട്ട് വേണമെങ്കിൽ എന്തും കൊടുക്കാം. ഞാൻ അവിടെ എക്സ് ആണെങ്കിൽ എം ആണ് ഒന്നും കൊടുക്കും, ഞാൻ എക്സ് തന്നെ കൊടുക്കുന്നത്. അപ്പൊ എന്താവും, എക്സ് മൈനസ് 8i ഇൻറ്റു എക്സ് പ്ലസ് 8i ഈക്വൽ ടു 0 അല്ലെ. ഇത് റൂട്ട് കിട്ടി, ഇത് സാധനം കിട്ടി, തൊട്ട് മുകളിലോട്ട് കയറി എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലെ. ഇവിടെ മൈനസ് ആവുമ്പോൾ അവിടെ പ്ലസ് എന്ന രീതിയിൽ അങ്ങനെ മാറ്റി. ഇനി എന്ത് ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടണം. അപ്പൊ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഹോമോജീനിയസ് ഇക്വേഷൻ ആയി പറഞ്ഞത്. അപ്പൊ ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഇതിന്റെ അതിന്റെ റൂട്ട്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ മൾട്ടിപ്ലൈ എന്താവും, നമുക്കറിയാം എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ബി ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 8i ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 64 ഇൻറ്റു ഐ സ്ക്വയർ ഈക്വൽ ടു 0. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, -1 ആണ്. അപ്പൊ 64 ഇൻറ്റു -1 ഈക്വൽ ടു 0. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 64 ഈക്വൽ ടു 0 എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ എക്സ് സ്ക്വയർ അല്ലെ മൈനസ് 64 ഈക്വൽ ടു 0 എന്ന രീതിയിലേക്ക് വന്നു. നമ്മുടെ എക്സും വൈ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലെ. നമ്മള് ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ y ഡബിൾ ഡാഷ് അല്ലെ, ഈ ഇക്വേഷൻ നമ്മൾ ഇത് നോക്കിയാൽ മതി. ഇങ്ങനെയാണ്, ഇതാണെന്ന് കണ്ടുപിടിക്കാൻ y ഡബിൾ ഡാഷ് ഒക്കെ എന്ന രീതിയിലേക്കാണ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ കണ്ടെത്തിയത്, ഓക്സിലറി ഇക്വേഷനിലേക്ക് വന്നു. അപ്പൊ എന്താ പറയും, അപ്പോ എക്സ് സ്ക്വയർ മൈനസ് 64 അല്ലെ, മൈനസും ഇവിടെ ഇതാ മറന്നിരിക്കണേ, മൈനസ് എന്തായി, പ്ലസ് ആയി. അപ്പൊ 64 പ്ലസ് 64 ഈക്വൽ ടു 0. ഇതിന് ഞാൻ എക്സിന് മാറിയിട്ട് എന്താക്കി, y അല്ലെ എം സ്ക്വയർ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എഴുതി, എം സ്ക്വയർ പ്ലസ് 64 ഈക്വൽ ടു 0. അപ്പൊ ഇറ്റ് ഈസ് ഓക്സിലറി ഇക്വേഷൻ. ഇവിടെ നോക്കുക, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഇങ്ങനെ എഴുതിയത് അല്ലെ. അപ്പൊ എം സ്ക്വയർ പ്ലസ്, അപ്പൊ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ y ഡബിൾ ഡാഷ്, എം എന്ന് പറഞ്ഞാൽ y ഡാഷ്. ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ അവിടെ y ഇട്ട് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടില്ല നമ്മള്. അപ്പൊ ഇതിനെങ്ങനെ എഴുതി അല്ലെ, y അല്ലെ, എമ്മിനെ എന്താക്കി, എം സ്ക്വയർ ആയ ഡബിൾ ഡാഷ്. അവിടെ ആരും ഇല്ല എങ്കിൽ അവിടെ ഇട്ട് കൊടുക്കുന്ന ആരാണ് അല്ലെ, y ഇട്ട് കൊടുക്കണം, ഈക്വൽ ടു 0. സാധാരണ നമ്മുടെ ജനറൽ ഇക്വേഷൻ അകത്ത് അല്ലെ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് y ഡാഷ് പ്ലസ് പിന്നെന്താണ് q ഓഫ് എക്സ് y ഈക്വൽ ടു 0 എന്ന രീതി. അപ്പൊ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സ്ക്വയർ പ്ലസ് പി ഓഫ് എക്സ് എം പ്ലസ് അല്ലെ y ഈക്വൽ ടു 0. സോറി, ഇവിടെ q ഓഫ് എക്സ് എഴുതാൻ പറഞ്ഞു, q ഓഫ് എക്സ് ഇൻറ്റു y ഈക്വൽ ടു 0.
ഇവിടെ കിട്ടിയിരിക്കുന്നത് എം സ്ക്വയർ പ്ലസ് 64y ഈക്വൽ ടു 0. അപ്പൊ എമ്മിലെടുത്ത് y ഡബിൾ ഡാഷ്. പിന്നെ ക്യൂ ഓഫ് എക്സ് ആണ് y അല്ലെ 64 എന്ന് പറഞ്ഞത് 64y ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ കിട്ടിയത് എം സ്ക്വയറിന്റെ കോഫിഷ്യന്റ് 1 ആയതുകൊണ്ട് അതെന്താ y ഡബിൾ ഡാഷ് ആവും. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇവിടെ 0 ആണ്. ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 64. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എഴുതുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ കൺസെപ്റ്റ് ഫുൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 8th ക്വസ്റ്റ്യൻ. എന്താണ് 8th ക്വസ്റ്റ്യൻ? ലെറ്റ് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി. അപ്പൊ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞത്, അഥവാ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാം. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ്ഡ് മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ആണ്. ഇവിടെ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, എങ്ങനെയൊക്കെ 0 മുതൽ 1 വരെയും 1 ടു ഇൻഫിനിറ്റി വരെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഇന്റഗ്രേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഇന്റഗ്രേഷൻ 1 അല്ലെ 0 ടു 1 വരെയും അല്ലെ ഇ റൈസ്ഡ് മൈനസ് ടി എഫ് ഓഫ് ടി ഡി ടി. പിന്നെ എവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണേ? 1 മുതൽ ഇൻഫിനിറ്റി വരെ ഇ റൈസ്ഡ് മൈനസ് ടി എഫ് ഓഫ് ടി ഡി ടി ആയി മാറി. ഇനി ഇതിന് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ വാല്യൂ കൊടുക്കേണ്ടി വരും. കാരണം എന്താ അല്ലെ 0 ടു 1 ഫംഗ്ഷൻ വാല്യൂ ടി ആണ്. 1 ടു ഇൻഫിനിറ്റിന്റെ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഈ 0 ടു 1 ഇ റൈസ്ഡ് മൈനസ് ടി അല്ലെ എഫ് ഓഫ് ടിന്റെ വാല്യൂ ടി ആണ് ഡി ടി പ്ലസ് ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ഇ റൈസ്ഡ് മൈനസ് ടി എഫ് ഓഫ് ടിന്റെ വാല്യൂ 1 ആണ്. ഇനി എന്ത് ചെയ്യാം? ഓരോന്നിനെയും എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഫസ്റ്റ് വാല്യൂ എന്താണ് അല്ലെ? പ്രൊഡക്റ്റ് ടൂൾ ആണ് ഇന്റഗ്രേഷന്. അപ്പൊ ഞാൻ ആദ്യം എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണേ. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഇന്റഗ്രൽ ടി ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് ടി ഡി ടി. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അല്ലെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞത് മൈനസ് എസ് മൈനസ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ചെയ്യണം ഫസ്റ്റിന്റെ ഇൻറ്റു പിന്നെ ഇന്റഗ്രേറ്റ് ഇ റൈസ്ഡ് മൈനസ് ടി ഡി ടി. കഴിഞ്ഞിട്ടില്ല, ഇതിന് മൊത്തം ഡി ടി. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ടൂൾ. ഇൻറ്റു മൈനസ് ടി ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് ടി. ഞാൻ ലിമിറ്റ് ഒന്നും കൊടുക്കില്ല, അത് അവസാനം കൊടുക്കുന്നുള്ളൂ. ഇന്റഗ്രൽ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത 1, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ്ഡ് മൈനസ് ടി ബൈ മൈനസ് എസ് ഡി ടി. ഈ മൈനസും പ്ലസ് ആയി. അപ്പൊ എന്തായി? മൈനസ് ടി ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് ടി പ്ലസ് 1 ബൈ എസ് ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇ റൈസ്ഡ് ടി ഡി ടി. വീണ്ടും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഈക്വൽ ടു മൈനസ് ടി ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് ടി പ്ലസ് 1 ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് ടി ബൈ മൈനസ് എസ് ഈക്വൽ ടു മൈനസ് ടി ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് എസ് ടി മൈനസ് 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു മൈനസ് ഇ റൈസ്ഡ് ടി എന്ന രീതിയിലേക്ക് വരും. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ അപ്ലൈ. അപ്പൊ അതിനു മുമ്പ് സബ്റ്റ് അല്ലെ ഇവിടത്തെ മൈനസ് ടി ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് ടി മൈനസ് 1 ബൈ എസ് സ്ക്വയർ ഇ റൈസ്ഡ്. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ ലിമിറ്റ് അപ്ലൈ. ലിമിറ്റ് തുടക്കുന്നതിന് 0 ടു 1 ഇ റൈസ്ഡ് മൈനസ് ടി ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് ടി ഡി ടി ആയിരുന്നു. അപ്പൊ ടിക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്. അപ്പൊ മൈനസ് ടി ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് എസ് ടി മൈനസ് 1 ബൈ എസ് സ്ക്വയർ റൈസ്ഡ് മൈനസ് ടി 0 ടു 1. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിക്കാണ് മൈനസ് 1 ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് എസ് മൈനസ് 1 ബൈ എസ് സ്ക്വയർ ഇ റൈസ്ഡ് എസ്. ഇനി ലോവർ ലിമിറ്റ് മൈനസ് 0 ബൈ എസ് ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് എസ് ഇൻറ്റു 0 മൈനസ് 1 ബൈ എസ് സ്ക്വയർ ഇ റൈസ്ഡ് മൈനസ് എസ് ഇൻറ്റു 0 ഈക്വൽ ടു മൈനസ് 1 ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് എസ് മൈനസ് 1 ബൈ എസ് സ്ക്വയർ ഇ റൈസ്ഡ് മൈനസ് എസ്. ഇത് 0 അല്ലെ? 0 ഇത് മൊത്തം 0. ഇവിടെ എന്താവും? മൈനസും പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഇതെന്തായി? ഇ റൈസ്ഡ് 0. ഇ റൈസ്ഡ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഈക്വൽ ടു അപ്പൊ ബാക്കി എന്ത് കിട്ടി? മൈനസ് 1 ബൈ എസ് ഇ റൈസ്ഡ് മൈനസ് എസ് മൈനസ് അല്ലെ 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് എസ് പ്ലസ് 1 ബൈ എസ് സ്ക്വയർ. ഈ ഫംഗ്ഷൻ കിട്ടി. ഇനി ഒന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ആരാണ് അല്ലെ? ഇതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ. അപ്പൊ എന്താണ്?
ഇന്റഗ്രൽ 1 to infinity e raised to minus st into 1 into dt ആണ്. അപ്പൊ ഇതിനെങ്ങനെ ചെയ്താൽ 1 infinity e raised to minus st dt. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus st by minus s എന്താണ് 1 to infinity. അപ്പോൾ ഈക്വൽ ടു minus 1 by s e raised to minus st 1 to infinity. ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പൊ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇവിടെ എന്താവും ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കും. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈക്വൽ ടു അപ്പൊ മൈനസ് 1 ബൈ എസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ എന്താവും മൈനസ് എസ്. നമുക്കറിയാം ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അതേ സ്ഥാനത്ത് പോലെയൊക്കെ ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ എന്താവും മൈനസ് 1 ബൈ എസ് ഇൻറ്റു അല്ലെ 0 മൈനസ് ഇ റൈസ് ടു മൈനസ്. അപ്പൊ എന്താവും മൈനസ് മൈനസും പ്ലസ് 1 ബൈ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എന്ന രീതിയിലേക്ക് വന്നു. ഇനി നേരെ എന്ത് ചെയ്യുക, നമുക്ക് തന്ന ഫംഗ്ഷനിലേക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ആയിരുന്നു. എഫ് ഓഫ് ടി നമുക്ക് എങ്ങനെ മാറ്റി എഴുതി, 0 to infinity e raised to minus t into f of t dt ആയിരുന്നു. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരുന്നു e raised to 1 e raised to minus t f of t dt plus integral 1 to infinity e raised to t f of t dt. ഇതിന്റെ വാല്യൂ ഇങ്ങനെ അല്ലെ, എഫ് ഓഫ് ടിന്റെ വാല്യൂ എന്താ, ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി എന്തായിരുന്നു ഡി ടി ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു ഇന്റഗ്രൽ 1 to infinity e raised to minus s t dt ആണ്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 by s into e raised to minus s minus 1 by s square e raised to minus s plus 1 by s square plus ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ 1 by s into e raised to minus. പ്ലസും മൈനസും എന്തായി ക്യാൻസൽ ആയിപ്പോയി, ഇതും എന്തായി ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ആരേ ഉള്ളൂ 1 by s square minus 1 by s square e raised to minus s plus 1 by s square. ഒന്നുകൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പ്ലസിൽ ആദ്യം എടുത്ത് എഴുതി മൈനസ് 1 by s square e raised to minus. അപ്പൊ എന്തുണ്ട്, കോമൺ ആയിട്ട് ആരുണ്ട് 1 by s square, അത് ഔട്ട്സൈഡ്. അപ്പൊ 1 minus e raised to minus s ആയി മാറി. അതാണ് അതിന്റെ ആൻസറിലേക്ക് വന്നത്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണും. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 9th ക്വസ്റ്റ്യൻ. എന്താണ് 9th ക്വസ്റ്റ്യൻ, ഫൈൻഡ് എൽ ഇൻവേഴ്സ് 4s divided by 4s square plus 1. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. നമുക്ക് അറിയുന്ന ഒരു റിസൾട്ട് ഉണ്ട്, എൽ ഇൻവേഴ്സ് ഓഫ് മുകളിൽ എസ് വന്നാൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെ, ഇവിടെ മുകളിൽ എസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോസ് എ ടി ആണ് നമുക്കറിയാം. അപ്പൊ അതിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാം. അപ്പൊ തന്ന ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം എടുത്തേരി 4s ഡിവൈഡഡ് ബൈ 4s സ്ക്വയർ പ്ലസ് 1 ആണ്. ഞാൻ എന്ത് ചെയ്തു, താഴത്ത് നിന്നൊരു 4നെ ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ എസ് സ്ക്വയർ ഇവിടെ 4 ഇല്ല, അപ്പൊ 1 by 4 ആയി. അപ്പൊ മുകളിലത്തെയും താഴത്തെയും എന്തായത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 by 4 ഞാൻ ഇങ്ങനെ എടുത്തേരി 1 by 2 സ്ക്വയർ. അപ്പൊ എന്തായി, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയി. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആരായി മാറി, 1 by 2 ആയി. ഒന്നതായി കോസ് 1 by 2 ടി. ഒന്നും കൂടി മാറ്റിയതാണെങ്കിൽ കോസ് ടി ബൈ 2 എന്ന രീതിയിലേക്ക് വന്നു. ഇവിടെ ഒന്നും ചെയ്തത് വളരെ സിമ്പിൾ ആണ്. ഡിനോമിനേറ്ററിലെ 4നെ ഔട്ട്സൈഡ് എടുത്തു, എന്ത് ചെയ്തിട്ട് അപ്പൊ മുകളിലത്തെ താഴെ പറ്റി. അപ്പൊ ഇവിടെ 1 by 4 ആയി. 1 by 4 നമുക്ക് എങ്ങനെ ഇതാ 1 by 2 ഹോൾ സ്ക്വയർ ആക്കി എഴുതി. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 1 by 2 ആയി. അത്ര ചെയ്തിട്ടോളൂ. ക്ലിയർ ആയല്ലോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് എൽ ഓഫ് ടി ഇൻറ്റു സൈൻ കെ ടി. നമ്മൾ ഇതിന്റെ റിസൾട്ട് ആയി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, എൽ ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു എൻ ഡി റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡി എസ് എൻ എഫ് ഓഫ് എസ്. അപ്പൊ ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമുക്കിവിടെ തന്നിക്കുന്നത് നോക്കുക, ടീന്റെ വാല്യൂ ഇവിടെ എത്രയാണ്, ടി റൈസ് ടു 1 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 1. ഇനി നമുക്കറിയാം എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സൈൻ കെ ടി ആണ്. അപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ ഡിവൈഡഡ് ബൈ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ ഇത് രണ്ടിന്റെയും സ്ക്വയർ ചെയ്താൽ മതി അല്ലെ. നമുക്കറിയാം സൈൻ എ ടി എന്ന് പറഞ്ഞാൽ
എ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പൊ എന്റെ സ്ഥാനത്ത് കെ ആയി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് എൽ ഓഫ് ടി ഇൻറ്റു സൈൻ കെ ടി ഈക്വൽ ടു എന്നിന്റെ സ്ഥാനത്ത് 1, ഡി 1ന്റെ മുകളിൽ, അപ്പൊ എസിന്റെ മുകളിൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ കെ ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. അപ്പൊ മൈനസ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് കെ ബൈ എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എസിൽ. അപ്പൊ മൈനസ് ഓഫ് അല്ലെ, എന്ത് ചെയ്യാ, എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു കെയിലാണ്, മൈനസ് എന്ത് ചെയ്യാ, കെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എസ് സ്ക്വയർ പ്ലസ് കെ, അല്ലെ എസിലാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടത്, ബൈ എന്താ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എസിലാണ് വിത്ത് റെസ്പെക്ട് ടു വിത്ത് റെസ്പെക്ട് ടു എസിലാണ് ഡെറിവേറ്റ് ചെയ്യുന്നത് കെയിലാണ്. അപ്പൊ ഈ വാല്യൂ മൊത്തം എന്തായി? 0 ആയി. അപ്പൊ 0 മൈനസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യുമ്പോൾ 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഹോൾ സ്ക്വയർ. മൈനസ് മൈനസ് എന്തായി പ്ലസ്. അപ്പൊ 2ks ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ വാല്യൂ ആയി വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 11th ക്വസ്റ്റ്യൻ. എന്താണ് 11th ക്വസ്റ്റ്യൻ? Show that the function f1 of x equal to x and f2 of x equal to cos 2x are orthogonal on interval minus cross interval minus pi by 2 to pi by 2. ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ എന്തായാൽ മതി? 0 ആയാൽ മതി. The function f1 and f2 are said to be orthogonal on interval cross interval a comma b if f1 comma f2 integral a to b f1 of x into f2 of x dx equal to 0. അപ്പൊ ഓർത്തോഗണൽ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടില്ല അതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ. അപ്പൊ f1 തന്നിട്ടുണ്ട് x ആണ്, f2 തന്നിട്ടുണ്ട് cos 2x ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്റെ വാല്യൂ മൈനസ് പൈ ബൈ 2 ആണ്, ബിന്റെ വാല്യൂ പ്ലസ് പൈ ബൈ 2 ആണ്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താവും? ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എന്താണ് അല്ലെ, f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് എക്സ് ആണ്. അപ്പൊ f1 എന്ന് പറഞ്ഞാൽ എക്സ്, f2 എന്ന് പറഞ്ഞാൽ cos 2x dx. പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അപ്പൊ കോസിനെ അല്ലെ ഇന്റഗ്രൽ മൈനസ് അല്ലെ സൈൻ 2x ബൈ 2, ഇതിനെന്ത് ചെയ്യാം, മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 കൊടുത്തു. മൈനസ് ഓഫ് ഇന്റഗ്രൽ, ഇവിടെ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2, ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ത് ചെയ്യുക, ഇന്റഗ്രൽ എന്താണ് cos 2x dx ഇൻറ്റു dx ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു, എക്സ് ഇൻറ്റു സൈൻ 2x ഡിവൈഡഡ് ബൈ 2 ഒരുമിച്ച് ഇങ്ങനെ എഴുതി വെച്ചു, പൈ ബൈ 2 ടു പൈ ബൈ 2 മൈനസ് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. ഇതിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, 1 ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ സൈൻ 2x ബൈ 2 dx. അപ്പൊ 2 ആണെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ഔട്ട് സൈഡ് എടുക്കാം, സൈൻ 2x ഡിവൈഡഡ് ബൈ 2 മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 മൈനസ് പൈ ബൈ 2. അപ്പൊ എന്താവും, ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 സൈൻ 2x dx. സൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെ എന്ത് വരിക, മൈനസ് വരും. ഓക്കെ, അപ്പൊ സൈൻ ഇവിടെ മൈനസ് മൈനസ് എന്തായി പ്ലസ് ആയി മാറും, ഈക്വൽ ടു എന്തായി എക്സ് ഇൻറ്റു സൈൻ 2x ഡിവൈഡഡ് ബൈ 2 മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2, ആ മൈനസ് മൈനസ് പ്ലസ് ആയി cos 2x by 2 minus pi by 2 to pi by 2. ഇനി എന്ത് ചെയ്യാം, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം, ഈക്വൽ ടു. അപ്പൊ ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവും അല്ലെ, പൈ ബൈ 2 ഇൻറ്റു അല്ലെ ഇവിടെ എന്ത് ചെയ്യുന്നു സൈൻ ആണ്, അപ്പൊ സൈൻ ഇൻറ്റു 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് ഓഫ് മൈനസ് പൈ ബൈ 2 സൈൻ 2 ഇൻറ്റു മൈനസ് പൈ ബൈ 2. പിന്നെ ആരുണ്ട്, ഒരു 1/2 ഉണ്ട്, അതിന് പുറത്തൊക്കെ എഴുതി, മൈനസ് ഇവിടെ നോക്കുക, ഇവിടെ ഒരു 1/2 ഇവിടെ വേണം, അപ്പൊ 1/4 ഔട്ട് സൈഡ് എടുത്തു. ഇനി ഇവിടെ ആരാണ്, cos 2x ആണ്, അപ്പൊ cos 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് എന്തായി cos 2 ഇൻറ്റു മൈനസ് പൈ ബൈ 2.
ഈക്വൽ ടു പൈ ബൈ ടു അല്ലെ 1/2 അതെ പൈ ബൈ ടു അല്ല 1/2 ഈ 2 ക്യാൻസൽ ആയി അപ്പൊ സൈൻ പൈ ആയി ഇവിടെ എന്താവും മൈനസ് മൈനസും പ്ലസ് പൈ ബൈ ടു ഈ 2 ക്യാൻസൽ ആയി സൈൻ ഓഫ് മൈനസ് പൈ മൈനസ് 1/4 2 ക്യാൻസൽ ആയി കോസ് പൈ മൈനസ് 2 ക്യാൻസൽ ആയി കോസ് ഓഫ് മൈനസ് പൈ നമുക്കറിയാം സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ് അതേ സ്ഥാനത്ത് കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ് സൈൻ ഇസ് എ ഈവൻ ഫംഗ്ഷൻ സൈൻ ഇസ് എ ഓഡ് ഫംഗ്ഷൻ കോസ് ഇസ് എ ഈവൻ ഫംഗ്ഷൻ ഓക്കെ അപ്പൊ സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് അപ്പൊ അതിലേക്ക് മാറ്റി എഴുതുമ്പോ അല്ലെങ്കിൽ അവിടെ വാല്യൂസ് കൊടുത്താലും മതി രണ്ടും സെയിം തന്നെ പൈ ബൈ ടു ഇൻറ്റു സൈൻ പൈ minus pi by 2 into sin pi minus 1/4 cos pi minus cos pi. Okay. അപ്പൊ എന്തായി പ്ലസും മൈനസും ക്യാൻസൽ ആയി പോയി 1/2 into 0 ഇവിടെ എന്തായി 1 പ്ലസും മൈനസും 0 അപ്പൊ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സൈൻ പൈ ഓൾവേസ് 0 ആണ് അതിന് മാറ്റമൊന്നുമില്ല കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ് നമുക്കറിയാം സൈൻ n പൈ ഓൾവേസ് 0 cos n pi minus 1 raised to n എപ്പോഴും ഉപകാരപ്പെടും അപ്പോൾ sin n pi equal to 0 cos n pi minus 1 raised to n ആണ് അപ്പൊ അതിലേക്ക് മാറ്റി ചെയ്ത ബന്ധം കിട്ടി ഫൈനൽ ആൻസർ 0 അപ്പൊ ഇതെന്താണ് ഇറ്റ് ഈസ് ഓർത്തോഗണൽ അപ്പൊ ഇതെന്താണ് ഒരു ഓർത്തോഗണൽ ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് ക്ലിയർ ആയല്ലോ നമുക്ക് ഇതില് അല്ലെ സെക്ഷൻ എയില് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ show that a partial differential equation dou square u by dou x square plus 2 into dou square u by dou x into dou y plus dou square u by dou y square plus dou u by dou x minus 6 into dou u by dou y equal to 0 it's parabolic ആണ് തെളിയിക്കാനാ പറഞ്ഞത് നമുക്കറിയാം ഇതിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ a into dou square u by dou x square plus b into dou square u by dou x dou y plus c into dou square u by dou y square plus d into dou u by dou x plus e into dou u by dou y plus fu equal to c. ഇതിൽ b square minus 4ac greater than 0 ആണെങ്കിൽ ഹൈപ്പർബോളിക് ആണ് ആ b square minus 4ac equal to 0 ആണെങ്കിൽ പാരാബോളിക് b square minus 4ac less than 0 ആണെങ്കിൽ എലിപ്റ്റിക് ഇവിടെ a ന്റെ സ്ഥാനത്ത് എത്രയാണ് 1 ആണ് b ന്റെ സ്ഥാനത്ത് ആരാണ് 2 ആണ് c ന്റെ സ്ഥാനത്ത് ആരാണ് അല്ലെ 1 ആണ് ബാക്കി നമുക്ക് ഈ സി ഒന്നും വേണ്ട അപ്പൊ നമ്മൾ ഇനി ബി സ്ക്വയർ മൈനസ് 4ac ചെക്ക് ചെയ്യാൻ പോവാണ് ബി സ്ക്വയർ 2 സ്ക്വയർ എ എന്ന് 1 സിയും 1 അപ്പൊ എന്താവും 4 മൈനസ് 4 ഈക്വൽ ടു 0 അപ്പൊ എന്ത് കിട്ടി ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയി കിട്ടി അപ്പൊ therefore it is parabolic അപ്പൊ ഈ ക്വസ്റ്റ്യൻ കിട്ടാൻ വളരെ സിമ്പിൾ ആണ് കാരണം എന്ത് പഠിച്ചാൽ മതി ഇത്ര വരെ ഭാഗം വരുന്ന ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ആണെങ്കിൽ അത് സി ആണ് പിന്നെ മറ്റേ പ്രൊഡക്റ്റ് ആണെങ്കിൽ ബി നിർത്താൻ മതി എന്നിട്ട് എന്ത് ചെയ്താൽ മതി ബി സ്ക്വയർ മൈനസ് 4ac ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതോടുകൂടി നമ്മൾ സെക്ഷൻ എ കംപ്ലീറ്റ് ആയി അല്ലെ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബി ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം